നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഇടിയപ്പമാണ്. പലരും ഇത് വീട്ടിലുണ്ടാക്കുമ്പോഴേക്കും ഇത് ഹാർഡായി തോന്നാറുണ്ട്. ചിലർക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടും, ചിലർക്ക് ഹാർഡായിരിക്കും. അപ്പോൾ അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഒരു പ്രത്യേക ടൈപ്പിൽ ഈ ഇടിയപ്പം എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഈ റെസിപ്പി ഒരിക്കലും ഫ്ലോപ്പായി പോകത്തില്ല കേട്ടോ. നല്ല സോഫ്റ്റായ ഇടിയപ്പം തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ആദ്യം ഇടിയപ്പത്തിൻ്റെ മാവ് റെഡിയാക്കിയെടുക്കാം. അതിനായി ഒരു പാത്രം എടുക്കുക. ഇടിയപ്പത്തിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബ്രാഹ്മിൻസിൻ്റെ അപ്പം പാലപ്പം പൊടിയാണ് കേട്ടോ. ഈ ഒരു റെസിപ്പി ഈ രീതിയിൽ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഏതൊരു പ്രത്യേക ബ്രാൻഡിൻ്റെ ആവശ്യമില്ല. ഏതൊരു ബ്രാൻഡിൻ്റെ പൊടി നിങ്ങൾ ഉപയോഗിച്ചാലും ഇത് നല്ലപോലെ വർക്കൗട്ട് ആവുന്നതായിരിക്കും. ഞാനിവിടെ 1 കപ്പ് ഇടിയപ്പം പൊടിയാണ് എടുത്തിരിക്കുന്നത്. അത് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇടിയപ്പത്തിന് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ചേർത്ത് കൊടുക്കാനുള്ളത് വെള്ളമാണ്. നമ്മൾ ഏത് കപ്പിലാണോ മാവ് അളന്നെടുത്തത് ആ സെയിം കപ്പിൽ തന്നെ 1.5 കപ്പ് വെള്ളം മാവിലേക്ക് ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറേശ്ശെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. അതുപോലെ ഇടിയപ്പം നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. വെളിച്ചെണ്ണയുടെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്ക് ചേർക്കേണ്ട കാര്യമില്ല, അത് ഓപ്ഷണലാണ് കേട്ടോ. ഇനി ആ മാവും വെള്ളവും തമ്മിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മാവ് കട്ട കെട്ടിയിട്ടില്ല എന്നുള്ളത് ഉറപ്പ് വരുത്തണം. അത്രയ്ക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മാവും വെള്ളവും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുത്തതിന് ശേഷം ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ കൈവിടാതെ ഇളക്കി കൊടുത്തോണ്ടേയിരിക്കുക. മാവ് ഒന്ന് ചൂടായി തുടങ്ങുമ്പോഴേക്കും തീ കുറച്ചുകൂടെ കുറച്ച് വെക്കണം. അരിപ്പൊടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്നത് കുറുകി വരും. അതുകൊണ്ട് കൈവിടാതെ ഇളക്കി കൊടുത്തോണ്ടേയിരിക്കുക. മാവ് കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം നന്നായിട്ട് കുറച്ചിട്ട് നമുക്കൊന്നുകൂടെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കാം. ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് മാവ് പാത്രത്തിൽ നിന്നും വിട്ട് വരണം. അതുപോലെ നമ്മൾ വിരൽ കൊണ്ടൊന്ന് തൊട്ട് നോക്കിയാൽ മതി. നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കാത്ത രീതിയിലായിരിക്കണം മാവ്. എങ്കിൽ നമ്മുടെ ഇടിയപ്പത്തിൻ്റെ മാവ് റെഡിയായി എന്ന് വിചാരിച്ചാൽ മതി.
ഇനി മാവ് ഈ ചൂട് പാത്രത്തിൽ നിന്നും വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. മാറ്റി വെച്ചതിന് ശേഷം ഒരു മൂടി കൊണ്ട് അടച്ചു വയ്ക്കാം. ഇനി ഒരു 20 മിനിറ്റ് കഴിഞ്ഞ് തുറന്നു നോക്കാം. 20 മിനിറ്റ് ആയിട്ടുണ്ട്. തൊട്ട് നോക്കിയപ്പോൾ നമുക്ക് തൊടാൻ പറ്റിയ ചൂട് മാത്രമേ ഉള്ളൂ, ഒരുപാട് ചൂടൊന്നുമില്ല. ഇനി കൈ കൊണ്ട് മാവ് നന്നായിട്ടൊന്നുകൂടെ കുഴച്ചെടുക്കുക. ഇനി മാവ് ഓരോ ഉരുളകളായിട്ട് ഇടിയപ്പം മേക്കറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി ഇഡ്ഡലി പ്ലേറ്റിലേക്ക് നമുക്കിത് പിഴിഞ്ഞു കൊടുക്കാവുന്നതാണ്. ഇടിയപ്പം പിഴിയുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഇഡ്ഡലി പാത്രത്തിലേക്ക് ചെറിയ രീതിയിൽ ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അതിൽ ഒട്ടിയിരിക്കും. സ്റ്റീൽ ആയതുകൊണ്ടാണ് പ്രത്യേകിച്ച് അങ്ങനെ പറയുന്നത്. ഇനി ഇഡ്ഡലി പ്ലേറ്റിലേക്ക് ഇതുപോലെ പിഴിഞ്ഞു കൊടുക്കാം. നല്ല റൗണ്ട് ഷേപ്പിൽ നല്ല പൂ പോലെ കിട്ടും. ഇങ്ങനെ ഇടിയപ്പം പിഴിഞ്ഞു തുടങ്ങുമ്പോഴേക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങ ഇട്ടതിന് ശേഷം പിഴിഞ്ഞു കൊടുക്കാവുന്നതാണ്. വീണ്ടും തേങ്ങ ഇട്ട് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ പകുതി പിഴിഞ്ഞതിന് ശേഷം ഇടയ്ക്ക് തേങ്ങ ചേർത്തിട്ട് വീണ്ടും അതിൻ്റെ മീതെ മാവ് പിഴിഞ്ഞു കൊടുക്കാം. ഇങ്ങനെയൊക്കെ ചെയ്യാം. ഞാനിവിടെ തേങ്ങ ഉപയോഗിക്കുന്നില്ല കേട്ടോ. ഇനി പിഴിഞ്ഞു കൊടുത്തതിന് ശേഷം ഇഡ്ഡലി പാത്രം ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ചു തുടങ്ങിയതിന് ശേഷം അതിലേക്ക് പാത്രം ഇറക്കി വെച്ച് കൊടുക്കുക. ഇറക്കി വെച്ചതിന് ശേഷം മൂടിയിട്ട് അടച്ചു കൊടുക്കുക. 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും നല്ല അടിപൊളി സോഫ്റ്റ് ഇടിയപ്പം റെഡിയാവും. 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് നോക്കാം. 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. കണ്ടോ, നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം റെഡി ആയിട്ടുണ്ട്. ഈ സോഫ്റ്റ് ഇടിയപ്പത്തിൻ്റെ കൂടെ കഴിക്കാനായിട്ട് വെജിറ്റബിൾ സ്റ്റൂ, എഗ് മോളി, പിന്നെ കടലക്കറി, ഗ്രീൻ പീസ് കറി, ഉരുളക്കിഴങ്ങ് കറി, ഇതൊക്കെ നല്ല അടാർ കോമ്പിനേഷനാണ്. ഞാൻ ഈ പറഞ്ഞ പാറ്റേൺ വെച്ചിട്ട് നിങ്ങളെല്ലാവരും ഇടിയപ്പം ഇതുപോലെ തയ്യാറാക്കി നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. മറക്കാതെ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.